നമസ്കാരം. ടാരോയും തേർഡ് പാർട്ടിയും എന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഗൗരവമേറിയതും അതേസമയം തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തേർഡ് പാർട്ടി എന്ന് നമ്മൾ വിളിക്കുന്ന വിവാഹേതര ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ടാരോ പഠിപ്പിച്ചു തുടങ്ങിയ കാലം മുതൽ അല്ലെങ്കിൽ വായിച്ചു തുടങ്ങിയ കാലം മുതൽ ഞാൻ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന റീഡിംഗ് ആണ്. അതായത് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എൻ്റെ ഭർത്താവിനുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കുണ്ടോ എന്ന് അറിയാനായി വരുന്ന ആളുകൾ. ഇത്തരം റീഡിങ് ഞാനിപ്പോൾ ചെയ്യാറില്ല, കാരണം അതിന് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടി എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ തയ്യാറാക്കിയിട്ടൊരു വീഡിയോ ആണ്. എന്താണ് ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്, ഏതൊക്കെ ടൈപ്പുകളാണുള്ളത്, എങ്ങനെ അത് കണ്ടുപിടിക്കാം, എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത്, ടാരോ അതിന് എത്രത്തോളം ഉപകാരമാകും, ടാരോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാർഡുകൾ എന്താണ് എന്നൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം തരുന്നതായിരിക്കും. അത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ഉപദേശമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് എന്നാണ്. ഞാൻ ടാരോ പഠിപ്പിക്കുന്ന ഒരു ടാരോ അധ്യാപകനാണ്. ഞാൻ ടാരോ വായിക്കാറുമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, തേർഡ് പാർട്ടി റീഡിങ് ഞാനിപ്പോൾ ചെയ്യാറില്ല. വളരെ സ്ട്രോങ്ലി ആൻഡ് സ്ട്രിക്ട്ലി ഐ ഹാവ് പ്രൊഹിബിറ്റഡ് സച്ച് റീഡിങ്സ്. അതിന് കാരണം എന്തെന്നാൽ എനിക്ക് നല്ല വിദ്യാർത്ഥികളുണ്ട്, അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മേഖല ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കാരണം പൊതുവെ സ്ത്രീകളാണ് ആ മേഖല കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് വായനയിൽ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇത്രയും സന്ദർഭങ്ങളിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കൂടി തേടണം. ടാരോയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഇതിൽ ഒരു തീരുമാനമെടുക്കരുത് എന്ന് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ 7 കാര്യങ്ങളാണ്. അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, എന്നാലും ചിലത് നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മൾ തേർഡ് പാർട്ടി എന്ന് വിളിക്കുന്നത്? എല്ലാം ഞാൻ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം എന്തെന്നാൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ വരുന്ന ഒരു എന്താ പറയുക, ആ ഒരു സ്ക്രിപ്റ്റ് ഈ ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ ഇതാക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാമല്ലോ, ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത് ഒന്നുകിൽ ഒരു വൈകാരികമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള ബന്ധം, ഒരു വിവാഹത്തിന് പുറത്ത് മറ്റൊരു വ്യക്തിയുമായി എന്നുള്ളത് തന്നെയാണ്. ഇത് പൊതുവേ ഇതിനെ നമ്മൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നാണ് വിളിക്കാറുള്ളത്, വിവാഹേതര ബന്ധം. പക്ഷേ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ എസ്പെഷ്യലി ഈ ടാരോയുമായി ബന്ധപ്പെട്ടതിൽ നമ്മളത് തേർഡ് പാർട്ടി എന്നാണ് പറയാറുള്ളത്. അത് ബേസിക്കലി ഹസ്ബൻഡ്സ് വരുന്ന ആൾ പുരുഷനാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിലും മറ്റു വ്യക്തിനെ നമ്മൾ തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത്. അത് ഒരു കോമൺ ഇതാണ്, പൊതുവേ വിവാഹേതര ബന്ധം എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇനി എന്തുകൊണ്ട് എന്ന് ഇത് സൈക്കോളജി വെച്ച് നമ്മൾ പറയുന്ന സംഭവമാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ പിന്നിൽ 4 കാരണങ്ങളാണുള്ളത്. അല്ലാത്തൊരു കാരണമുണ്ട്, അത് പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അതായത് ചില വ്യക്തിത്വത്തിൻ്റെ വൈകല്യങ്ങളിലും ഇത് വരും. ഈ വീഡിയോ ഞാൻ നിർമ്മിക്കുന്നത് വളരെ നോർമലായിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ എടുത്ത് പറയുന്നു. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, ചിലർക്ക് സംശയരോഗമുള്ള ആളുകളുണ്ട്. അങ്ങനെ ഉള്ള വ്യക്തികൾക്ക് എപ്പോഴും തോന്നും. അങ്ങനത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, വളരെ ജെന്യുവൻ ആൻഡ് നോർമലായിട്ടുള്ള ഇതാണ് പറയുന്നത്, ഞാൻ എടുത്ത് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ കാണണം. അപ്പോൾ പ്രധാനമായിട്ടും 4 കാരണങ്ങൾ കൊണ്ടാണ് ഇതുപോലെ പോകുന്നത്. പക്ഷേ ഞാൻ ഇത് ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ ന്യായീകരിക്കുന്നത് എനിക്കിഷ്ടവുമല്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സൈക്കോളജിയാണ് ഇവിടെ പറയുന്നത്. ഇത് ടാരോമല്ല, പ്യോർ സൈക്കോളജി. ഒന്ന്, ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഡിസ്കണക്ഷൻ. അതായത് ഒരു ബന്ധം, നമ്മളൊരു വിവാഹ ബന്ധത്തിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കുടുംബം കുട്ടികളൊക്കെ ആയി പോകുമ്പോൾ പലപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ പല കാര്യങ്ങളും ഷെയർ ചെയ്യാനോ പറ്റാറില്ല. പിന്നെ നമുക്കിപ്പോൾ വീട്ടിലെ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ, ഇപ്പോൾ കൂട്ടുകുടുംബമാണ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വൈകാരികമായിട്ടുള്ള അടുപ്പത്തിനുള്ള സാധ്യതകൾ കുറയും. അപ്പോൾ പിന്നെ ഇടയിൽ നിൽക്കുന്ന ചില പ്രശ്നങ്ങളും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു സമാധാനത്തിന് വേണ്ടി മറ്റൊരു വ്യക്തി, അത് എക്സ്ട്രാ മാരിറ്റൽ ഇതിലല്ല ഞാൻ പറയുന്നത്, ഒരു ഫ്രണ്ട്ഷിപ്പ് സീക്ക് ചെയ്യാം. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് സീക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇതുപോലത്തെ സാഹചര്യങ്ങളിലൊക്കെ കാവൽ മാലാഖമാർ മാതിരി ചിലവർ വന്ന് ഇറങ്ങാറുണ്ട്. അവർ പിന്നീട് നമ്മുടെ ആ ഒരു ഇമോഷണൽ വൈകാരികമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് എന്താ പറയുക, ഇത്തരം ബന്ധങ്ങളിലേക്ക് നമ്മളെ നയിച്ച് കണ്ടിട്ടുണ്ട്. ഞാനിത് ന്യായീകരിക്കുകയല്ല, ഞാൻ അത്തരം ബന്ധങ്ങളെ ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു റീസണാണ്. അപ്പോഴും ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഇത് പലപ്പോഴും വൈകാരികമായിട്ട് നമ്മളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സമയത്ത് ആണ് ഇത് സംഭവിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ ഇത് രണ്ടാമത്തെ കാര്യവും ഒരു ലാക്ക് ഓഫ് ഇൻറ്റിമസി എന്ന് പറയുന്ന കാര്യമാണ്. അതായത് രണ്ട് പാർട്ട്നേഴ്സ് നമ്മൾ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പല തിരക്കുകളിൽ ഇതേപോലെ പെട്ടുപോകുമ്പോൾ ചിലപ്പോൾ രണ്ട് സ്ഥലത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി ഉണ്ടാവും, മറ്റേ തൊഴിലുണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും നമ്മളെ ഒരു നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ, നമ്മളെ മൈൻഡ് ചെയ്യാൻ നേരമില്ല, നമ്മളോട് സംസാരിക്കാൻ നേരമില്ല എന്ന് ഇത് വരുമ്പോൾ അപ്പോഴും അവിടെ ചില കാവൽമാലകളെ പോലെ ആളുകൾ വന്നിറങ്ങി അവർ പിന്നീട് ആ ഇമോഷണൽ മാനിപ്പുലേഷൻ നടത്തിയിട്ട് വഴിതെറ്റിക്കാറുണ്ട്. അപ്പോഴും ഞാൻ എന്താ പറയുന്നത്, ഈ വ്യക്തിയായിട്ട് തേടുന്നതായിരിക്കില്ല, പലപ്പോഴും ഇവർ അന്വേഷിച്ച് വരുന്നതായിരിക്കും, ന്യായീകരിക്കുന്നതല്ല. പിന്നെ ചിലവർ വെറും ബോർഡം കൊണ്ട് പോകാറുണ്ട്. കാരണം 10-15 വർഷമൊക്കെ ആകുമ്പോൾ ഒരു പുതിയ ഇത് വേണം. അപ്പോൾ ചിലപ്പോൾ അതുപോലത്തെ കൂട്ടുകാരെ കിട്ടും. ചിലപ്പോൾ ആ സമയത്ത് എന്താ പറയുക, സാമ്പത്തികമായിട്ട് നല്ല മെച്ചം വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ചില അവസരങ്ങൾ വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിനൊക്കെ വേണ്ടി എന്താ പറയുക ഇതുപോലത്തെ ഇതിന് പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളും നമ്മൾ ഈ മാരേജ് കൗൺസിലിങ്ങിന് വരുമ്പോൾ വരാറുണ്ട്. പിന്നെ ചിലവർ തുടക്കം തൊട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളിലും നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഓപ്പണായിട്ടുള്ള സംസാരം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി എന്താ പറയുക, നമ്മളൊരു മനസ്സമാധാനത്തിന് ചിലപ്പോൾ ഒരു ഫ്രണ്ടിനെ അന്വേഷിക്കും. ആ സമയത്ത് ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളായിരിക്കാം. അപ്പോൾ അവരുമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് എപ്പോഴും ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നീട് ഒരു വൈകാരികമായിട്ട് അടുപ്പം വരുന്നു. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ അതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു എന്താ പറയുക, ഇത്രയും കാരണങ്ങളാണ്. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് സൗകര്യമുണ്ടെങ്കിൽ മറ്റൊരു ദിവസം വേറെ വീഡിയോ ചെയ്യാം. പിന്നെ എൻ്റെ അറിവിൽ ഞാൻ കാണുന്നത് 5 തരത്തിൽ ഇത്തരം ആളുകളെയാണ് കാണുന്നത്. അതിൽ ചിലത് വലിയ നമുക്ക് ഇതായിട്ട് തോന്നാറില്ല, ചിലത് അപകടം നിറഞ്ഞതുമാണ്. അതിൽ ആദ്യത്തേത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇമോഷണൽ ആയിട്ടുള്ള അഫെയറാണ്. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ള അടുപ്പമുണ്ടാവും, പക്ഷേ ശാരീരികമായിരിക്കില്ല. ഇത് പ്രധാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വിവാഹബന്ധത്തിന് പുറത്ത് മറ്റൊരാളുമായിട്ട് ഭയങ്കരമായിട്ട് വൈകാരിക ബന്ധം, അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം അവരോട് പറയും. പലതും ഭാര്യയോട് പറയാത്ത അല്ലെങ്കിൽ ഭർത്താവിനോട് പറയാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യും. അത്രയ്ക്കും ക്ലോസ് ആയിരിക്കും, പക്ഷേ അവർ തമ്മിൽ ഒരിക്കലും ഒരു ഫിസിക്കൽ ഇതിലേക്ക് വരില്ല. ഇത് 2 രീതിയിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ എന്താ പറയുക, ചില നിങ്ങൾക്കറിയാമല്ലോ, അത് മുൻപത്തെ കാമുകൻ അല്ലെങ്കിൽ കാമുകി, അവരായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞ് 10-12 വർഷം കഴിഞ്ഞാലും നമ്മളിങ്ങനെ മനസ്സിൽ അവരെ കൊണ്ടു നടക്കുന്നുണ്ടാവും. അതൊരു തേർഡ് പാർട്ടി ആണോ എന്ന് ചോദിച്ചാൽ മാനസികമായിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം അവർ മനസ്സിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഇടപഴകുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ കമ്പയർ ചെയ്യാൻ തോന്നും, മനസ്സിൽ ഓപ്പണായിട്ട് പറഞ്ഞില്ലെങ്കിലും പല കാര്യങ്ങളിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസുകളുണ്ട്. 2 ഈ എന്താ പറയുക, മുമ്പത്തെ ചിലപ്പോൾ അത് അധികം പുരുഷന്മാരിലാണ് കണ്ടിട്ടുള്ളത്. കാമുകി ഇപ്പോൾ ഫ്രണ്ട് ആയിരിക്കും, അവർ തമ്മിൽ എന്താ പറയുക, യാതൊരു എന്താ പറയുക ഫിസിക്കൽ ഇതും ഉണ്ടാവില്ല, പക്ഷേ വൈകാരികമായിട്ട് ഭയങ്കര അടുപ്പുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലിയിൽ ഭാര്യയ്ക്ക് കിട്ടേണ്ട അറ്റൻഷൻ കിട്ടില്ല. ഇത് ഇമോഷണൽ അഫെയർസാണ്. ഇതിന് നമ്മൾ വൈകാരിക ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും, ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി അടുത്തത് ഫിസിക്കൽ അഫെയർസ് തന്നെയാണ്. പച്ചയ്ക്ക് എന്താ പറയുക, ഇത് വിവാഹേതര ശാരീരിക ബന്ധം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. പിന്നെ കണ്ടിട്ടുള്ളത് ഓൺലൈനിലാണ്, സൈബർ ആൻഡ് ഡിജിറ്റൽ അഫെയർസ് എന്ന് പറയും. ഇത് ചില ആപ്പുകൾ, ഡേറ്റിംഗ് ആപ്പുകളിലൊക്കെ കയറി ചില എന്താ പറയുക കൊച്ചു വർത്താനം പറഞ്ഞ് അതുപോലത്തെ വർത്താനം മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ ചില വെറുതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും, വെറുതെ അല്ലാതെ വേറൊരു ഇതുമില്ല. പക്ഷേ അതേസമയം എന്താ പറയുക, നമ്മുടെ ഒരു ബന്ധത്തിന് വേണ്ട ഇത് കിട്ടുകയുമില്ല. പക്ഷേ ഇത് കൂടാതെ ചിലവരുണ്ട്, അവർ ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരലലായിട്ടുള്ള ലൈഫ് തന്നെ റീഡ് ചെയ്യുന്നുണ്ടാവും. ഒരു സ്ഥലത്ത് ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുമ്പോൾ അതേ സമയത്ത് വേറൊരു സ്ഥലത്ത് കാലങ്ങളോളം മറ്റൊരു ബന്ധവും കൊണ്ടു നടക്കുന്നുണ്ടാവും. അസാമാന്യമായിട്ടുള്ള വൈദഗ്ധ്യത്തോടു കൂടി 2 മാനേജ് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഏതൊരു നുണയും കുറേ കാലം കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. അങ്ങനെയുള്ളതുണ്ട്. ഇതാണ് ഞാനിതിൽ ഏറ്റവും എന്താ പറയുക അപകടം നിറഞ്ഞായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ അവസാനം കാണുന്നത് ഷോർട്ട് ടേം ആയിട്ട് ചെറിയ ഒരു ഇമ്പൾസീവായിട്ടുള്ള, അത് ചില ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ അങ്ങനെയൊക്കെ പോകുന്ന, പക്ഷേ ലോങ് ടേമിലേക്ക് പോകുമില്ല. പക്ഷേ ഇത് ഏതൊക്കെയാണെങ്കിലും വിവാഹബന്ധത്തെ കാര്യമായിട്ട് ബാധിക്കും. കാരണം എന്തെന്നാൽ എസ്പെഷ്യലി ഇമോഷണൽ അഫെയർസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഓക്കെ ആണെങ്കിലും ബാക്കിയെല്ലാം വിവാഹബന്ധത്തെ ശക്തമായിട്ട് ബാധിക്കും. അപ്പോൾ ഇവർ ഇങ്ങനെ വരുമ്പോൾ നാച്ചുറലി നമ്മുടെ അടുത്ത് മറ്റേ പാർട്ടി റീഡിങ്ങിന് വരാറുണ്ട്. അപ്പോൾ നമ്മളത് എന്താ പറയുക, ടാരോ റീഡേഴ്സ് നോക്കാറുമുണ്ട്. ഞാൻ നോക്കാറില്ല ഇപ്പോൾ, ആ ഒരു കാലഘട്ടം എൻ്റെ കഴിഞ്ഞു എന്ന് ഞാൻ പറയട്ടെ. പ്രധാനമായിട്ടും നമ്മൾ 5 സൈൻസാണ് കാണാൻ കഴിയുക. എപ്പോഴും തെളിവ് ഉണ്ടെങ്കിലാണ് വരുന്നത് നല്ലത് എന്ന് ഞാൻ പറയാറുണ്ട്. ഒന്ന്, നിങ്ങൾക്കറിയാമല്ലോ, വൈകാരികമായിട്ടുള്ളൊരു വിഡ്രോവൽ. അതായത് പലപ്പോഴും പല കാര്യങ്ങൾക്കും ഒരു നമുക്ക് സംസാരിക്കാൻ ആൾ അവൈലബിൾ ആവില്ല.
നമുക്കൊരു വിഷമമുള്ള സമയത്ത് അങ്ങനെ വരാറില്ല. ഇതുള്ളത് കൊണ്ട് എക്സ്ട്രാ മാരിറ്റൽ ഉണ്ടെന്നുള്ള അർത്ഥമില്ല. ചിലർ സ്വഭാവം കൊണ്ട് തന്നെ അവർ വരാറില്ല, ഞാൻ എടുത്ത് പറയുന്നു. 2, പെരുമാറ്റത്തിലൊരു മാറ്റം. നമുക്കറിയാമല്ലോ, അതായത് രാത്രി ഉറങ്ങാതിരുന്ന് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കുശു കുശു കുശായിട്ട് ഫോണിൽ മിണ്ടിക്കൊണ്ടിരിക്കുക, വീട്ടിൽ നിന്ന് കുറേ സമയം മാറി നിൽക്കുക, ചില കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയാതിരിക്കുക, ഇങ്ങനെ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്തത് ഇൻകൺസിസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് കൃത്യതയില്ലാതെ നമുക്കിങ്ങനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഫോൺ എടുത്തു കഴിഞ്ഞാൽ വിളിച്ചാൽ എടുക്കില്ല, നമുക്ക് വിളിച്ച് കിട്ടില്ല. പിന്നെ ചില ടോപ്പിക്കുകൾ പറയുമ്പോൾ ആൾ സംസാരിക്കില്ല, ഡിഫെൻസീവ് ആവും. ചില ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിച്ചാൽ സെൻസിറ്റീവ് ആവും, ദേഷ്യം വരും. അപ്പോൾ അങ്ങനെ ചില നമുക്ക് എന്താ പറയുക, ചില ഭാഗത്ത് ഓപ്പൺനെസ് കാണില്ല. പിന്നെ ഇത് വളരെയധികം കാണുന്നതാണ് ഗിൽറ്റ് എന്ന് പറയുന്ന പോലെ. സ്യൂഡോ ലവ് എന്ന് സൈക്കോളജിയിൽ ഞങ്ങൾ പറയുന്ന വാക്കുണ്ട്. അതായത് ഇങ്ങനത്തെ ബന്ധങ്ങളിലുള്ളവർ പെട്ടെന്ന് ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് ഭയങ്കര സ്നേഹം കാണിക്കും, അവർക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ്സ് പറയും, ഭയങ്കര അൺയൂഷ്വൽ ആയിട്ടുള്ള ഭയങ്കര കൈൻഡ്നെസ് കാണിക്കും. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ സൈക്കോളജിയിൽ പറയുന്ന സ്യൂഡോ ലവ് എന്നുള്ള വാക്കാണ്. അതായത് മനസ്സിൽ കുറ്റബോധം കൊണ്ട് ഉള്ള സമയത്ത് ഭയങ്കരമായിട്ട് അടുപ്പം കാണിക്കുക എന്ന് പറയുന്നത് ഇത് സൈക്കോളജിയിലുള്ള ഇതാണ്. പിന്നെ ഇൻറ്റ്യൂഷൻ ആൻഡ് ഗട്ട് ഫീലിംഗ് ആണ്. പല ആൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാടിയാൽ തന്നെ അറിയാൻ പറ്റും, അത് നല്ല ഇതിൽ, എസ്പെഷ്യലി സ്ത്രീകൾക്ക്. അപ്പോൾ ഇതിൽ നിന്നാണ് പലപ്പോഴും ഈ ടാരോ റീഡിങ്ങിന് ആളുകൾ വരാറുള്ളത്. അതായത് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്, ഇങ്ങനെ ഇതുണ്ടെന്ന്, അതിന് കാരണം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇത് ടാരോ റീഡിങ്ങിലേക്ക് എത്തുന്നതിനേക്കാളും മുമ്പ് ഇത് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ തുറന്ന് സംസാരിക്കാൻ പറ്റും നോക്കുക. എനിക്ക് ഇങ്ങനൊരു സംശയം തോന്നുന്നുണ്ട്, ശരിയാണോ എന്ന് ചോദിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ. എല്ലാവരോടും ചോദിക്കാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ പറ്റുന്ന ബന്ധങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ 2, പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ്. സത്യം പറഞ്ഞാൽ ഒരു ടാരോ റീഡറേക്കാട്ടിലും നല്ലത് ഒരു സൈക്കോളജിസ്റ്റാണ്. കാരണം ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് അവർ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. നമുക്ക് ഓൺലൈനിലൊക്കെ ഒരുപാട് പേര് അവൈലബിൾ ആണ്. മുഖം ഒന്നും കാണിക്കാൻ നമുക്ക് ഫോണിലൂടെയും എല്ലാത്തിലൂടെയും ചെറിയൊരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവരായിട്ട് സംസാരിക്കുമ്പോൾ ഇവർ കുറച്ചുകൂടി നമുക്കൊരു ഇത് നമുക്ക് നൽകും. പിന്നെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തി നോക്കുക. അതായത് സത്യം പറഞ്ഞാൽ ഇനി നമ്മുടെ തോന്നലാണോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്ന് ഒരു ഇത് നടത്തി നോക്കുക. പിന്നെ ഒരിക്കലും ടാരോനെ ഒരു പ്രൂഫായിട്ട് എടുക്കരുത്. അത് ഞാൻ റീഡ് ചെയ്യുമ്പോഴും ഞാൻ വളരെ കൃത്യമായിട്ട്, ഇപ്പോൾ റീഡ് ചെയ്യാറില്ല, ചെയ്തിരുന്ന സമയത്ത് പറയാറുണ്ട്. കാരണം നമ്മളൊരു റീഡർ ആ നേരത്തെ എനർജിയിലാണ് വായിക്കുന്നത്. നിങ്ങൾ വേറൊരാളടുത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ വേറെ ഇത് കിട്ടും. അപ്പോൾ ആ ഒരു റീഡിങ്ങിൽ അത് കണ്ടു എന്നത് ഒരിക്കലും ഒരു തെളിവാക്കി എടുക്കരുത്. അത് റാഷണലി ഞാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മളെന്താ പറയുക, നമ്മൾ ഒരു സോളിഡായിട്ടുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ ഒരു കാര്യം തീരുമാനിക്കുന്നതിനേക്കാളും മുമ്പ് കുറച്ച് സമയമെടുത്ത് നോക്കുക. ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം, ഇതുകൊണ്ട് തന്നെ ആവണമെന്നില്ല. നമ്മളെപ്പോഴും എന്താ പറയുക, എന്തുകൊണ്ടാണ് ആ പാർട്ട്ണർ അങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് സംസാരിച്ച് നോക്കുക. നമുക്ക് വേറെ ആംഗിളിൽ മറ്റാരെ കൊണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ച് നോക്കുക. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, ഈ റിലേഷൻഷിപ്പിൽ ചടപടാന്ന് കയറി തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരാളെ സംശയിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അങ്ങനെ അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക, അനാവശ്യമായിട്ട് നമ്മളൊരാളെ സംശയിക്കാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ വായിച്ചിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എംപവർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് എന്നെ വലിയ ഇഷ്ടമല്ല. കാരണം അവർക്ക് വേണ്ടത് നോക്കി ഇതുണ്ട്, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വായിച്ച് പറയണം എന്നുള്ളതാണ്. ഞാൻ അത് ചെയ്യാറില്ല. ഞാൻ എത്തിക്സും വാല്യൂവും ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇനി ടാരോ കാർഡുകൾ ചിലപ്പോൾ നമുക്ക് കാണിച്ചു തരാറുണ്ട്. ഈ ബന്ധങ്ങളെല്ലാം ഇത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് ടാരോ പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അവർക്കറിയാം ഈ കാർഡുകളാണ് പ്രധാനമായിട്ടും തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിയുന്നത്. അത് നമ്മൾ ആ റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ ഇത് വന്നതുകൊണ്ട് തേർഡ് പാർട്ടി ഉണ്ടെന്നല്ല, ആ റിലേഷൻഷിപ്പിൻ്റെ സ്ഥാനത്ത് വന്നാൽ മാത്രമേ ആ തേർഡ് പാർട്ടി ഉണ്ടെന്നുള്ള അർത്ഥമുള്ളൂ. ഒന്ന് 3 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. ആ കാർഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു ഹൃദയത്തിനുള്ളിൽ 3 എന്താ പറയുക സോർട്സ് കുത്തി നിൽക്കുന്നതാണ്. അത് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക മൂന്നാമത്തെ ആളുടെ ഒരു ഇത് തന്നെയാണ്. ചതി, പെയിൻ എന്ന് പറയുന്ന ഇൻവോൾവ്മെൻറ്റ് തന്നെയാണ്. പിന്നെ ലവേഴ്സ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. പക്ഷേ അത് റിവേഴ്സിൽ വരുമ്പോൾ അതിലൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. കാരണം ആദം ആൻഡ് ഈവിൻ്റെ നിൽക്കുന്ന ഈദൻ ഗാർഡൻസിലെ പരിശുദ്ധ സ്നേഹത്തിൻ്റെ ഒരു ഇതാണ് പറയുന്നത്. അത് റിവേഴ്സിൽ വരുമ്പോൾ. പിന്നെ ഡെവിൾ എന്ന് പറയുന്ന കാർഡ് ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പ് അവർ തമ്മിലുള്ള വരുന്ന ആ സ്ഥാനത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി എന്ന് നമ്മളൊരുവിധം നമുക്ക് ഇതാവാറുണ്ട്. പിന്നെ 7 ഓഫ് സോർട്സ് എന്ന് പറയുന്നതും ചതിയുടെ കാർഡ് തന്നെയാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഒരു വ്യക്തി 5 വാളുകളും എടുത്തുകൊണ്ട് കട്ട് കിടക്കുന്നതാണ്. പിന്നെ 3 എന്ന് പറയുന്ന കാർഡും പലപ്പോഴും ഒരു എന്താ പറയുക തേർഡ് പാർട്ടിയുടെ ഒരു പ്രസൻസ് ആ റിലേഷൻഷിപ്പിൻ്റെ ഭാഗത്ത് വരുന്നെങ്കിൽ ഉണ്ടാവാറുണ്ട്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് ടാരോയിൽ തന്നെ ഒരു 100%, 100 നമ്മൾ പറയാൻ പാടില്ല, 90% വളരെ സ്ട്രോങ് ആയിട്ടുള്ള സീക്രട്ട് റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് ഉണ്ട് എന്ന് നമുക്ക് ഒരു അവബോധം വിളിച്ചു പറയുന്ന കാർഡാണ്.
പിന്നെ 5 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡും സമാനമായ രീതിയിൽ നമ്മളെ പറ്റിച്ച് വിജയിക്കുന്നൊരു കാർഡാണ്. പിന്നെ ചിലപ്പോൾ 2 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് വരുമ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. ഇതല്ലാത്ത കോമ്പിനേഷൻസിലും നമുക്കറിയാൻ പറ്റും നല്ല ടാരോ റീഡേഴ്സിന്. പക്ഷേ പ്രധാനമായിട്ടും ഈ കാർഡുകളാണ് നമുക്ക് പറയാറുള്ളത്. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഉപദേശം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനൊരു തോന്നലുണ്ട്, നിങ്ങളൊരു റീഡിങ് എടുക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു ടാരോ റീഡർ പറയുന്ന അത് ഞാനാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത്. അതൊരു ഗൈഡൻസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് കിട്ടുന്നവരെ നിങ്ങൾ അവിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ടാരോ റീഡിങ്ങിനെ മാത്രം എടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാലോ, എല്ലാ ഇതിലും നല്ല റീഡേഴ്സ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു റീഡിങ് തെറ്റ് പറ്റാം. പിന്നെ ഇത് യൂണിവേഴ്സിൻ്റെ നല്ലൊരു സപ്പോർട്ട് വേണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റീഡ് ചെയ്യുന്നു, നിങ്ങൾ നോക്കുന്ന ആൾക്ക് ഭയങ്കര യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ഉള്ള സമയമാണെങ്കിൽ ആ റീഡിങ്ങിൽ അത് കാണില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ലക്ക് എപ്പോഴും നിങ്ങളെ തന്നെ ഫേവർ ചെയ്യണമെന്നില്ല. പ്രത്യേകിച്ച് ഇതുപോലത്തെ സമയങ്ങളിൽ ലക്ക് ഓപ്പോസിറ്റ് പാർട്ടീനെ ആയിരിക്കും ഫേവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ റീഡിങ്ങിൽ കാണില്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഈ കുഴപ്പമൊന്നുമില്ലല്ലോ, വളരെ നീറ്റാണല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, എനിക്കറിയാം. പക്ഷേ ഞാൻ പറയുന്നത് ചിലപ്പോൾ എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ട് കാണും. പക്ഷേ ഇവർ തമ്മിൽ നാളെ ബ്രേക്കപ്പായി പോവില്ല എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഒരുപാട് റിസ്ക് എലമെൻ്റ് ഉള്ളൊരു സംഭവമാണ് തേർഡ് പാർട്ടി റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ടാരോ റീഡറായി റീഡ് ചെയ്യുന്നെങ്കിൽ പോലും വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സംഭവമാണിത്. കാരണം വളരെ 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 സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഈ വീഡിയോ ഞാൻ നിർമ്മിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക, ഒരുപാട് വേദന അനുഭവിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അവരെ പലരും എന്താ പറയുക, ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വേദന മാറ്റാൻ എനിക്ക് കഴിയില്ല മക്കളെ, ബിക്കോസ് ഒരു സ്പിരിച്വൽ ആൻഡ് പേഴ്സണൽ പെയിനാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവെയറായിരിക്കുക, ഗട്ടിനെയും ഇൻറ്റ്യൂഷനെയും വിശ്വസിക്കാം, പ്രൂഫ് എഴുതുക, പിന്നെ നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുക, ഡീൽ ചെയ്യുക, പ്രൊഫഷണൽ ഹെൽപ്പ് നേടുക. മനസമാധാനത്തിന് തീർച്ചയായിട്ടും ഒരു ടാരോ റീഡറെ സമീപിക്കാവുന്നതാണ്. പക്ഷേ അതിൽ മാത്രം നിന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കരുത്. കാരണം ഈ ജീവിതം നിങ്ങളുടെയാണ്, അത് വിലയേറിയതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്.